ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ടോപ്പ് എക്സൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മൈക്രോസോഫ്റ്റ് എക്സലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Which of the following actions will not affect the entire row in MS Excel 2007? നല്ലൊരു ചോദ്യമാണ്. അതായത് ചുവടെ പറഞ്ഞിരിക്കുന്ന ഏത് ആക്ഷനാണ് ഒരു എൻ്റയർ റോയിലേക്ക്, ഒരു മുഴുവൻ റോയിലേക്കും അഫക്റ്റ് ആവാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓരോന്നും വ്യക്തമായിട്ട് 2 തവണ വായിച്ചിട്ടേ ആൻസർ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഓപ്ഷൻ എ, ചേഞ്ചിങ് ദ റോ ഹൈറ്റ്. ഓപ്ഷൻ ബി, ഹൈഡിങ് ദ റോ. ഓപ്ഷൻ സി, അപ്ലൈയിങ് ബോൾഡ് ടു എ സിംഗിൾ സെൽ ഇൻ ദ റോ. ഓപ്ഷൻ ഡി, ഡിലീറ്റിംഗ് ദ റോ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ പറയാമോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് വിൽ നോട്ട് അഫക്ട് ദ എൻറ്റയർ റോ? വിൽ നോട്ട് അഫക്ട് ദ എൻറ്റയർ റോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ്, അപ്ലൈയിങ് ബോൾഡ് ടു എ സിംഗിൾ സെൽ ഇൻ ദ റോ. ഒരു റോയ്ക്കകത്തെ സിംഗിൾ സെല്ലിനകത്ത് ബോൾഡ് സ്റ്റൈല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റയർ റോയിനെ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. ആ ഒരു പർട്ടിക്കുലർ സെല്ലിൽ മാത്രമേ അഫക്റ്റഡ് ആവുകയുള്ളൂ. മനസ്സിലാക്കുക, ഒരു എൻ്റയർ റോയ്ക്കകത്ത് കിടക്കുന്ന ഒരു സിംഗിൾ സെല്ലിനകത്ത് ബോൾഡ് എന്നുള്ള സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റിൽ മാത്രമേ അത് റിഫ്ലക്റ്റഡ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. അല്ലാതെ ആ എൻ്റയർ റോയിനുള്ളിൽ എന്ത് ചെയ്യില്ല, ആ ഒരു ആക്ഷൻ നടക്കില്ല. Which of the following actions will not affect the entire row in MS Excel 2007 എന്ന് ചോദിച്ചാൽ അപ്ലൈയിങ് ബോൾഡ് ടു എ സിംഗിൾ സെൽ ഇൻ ദ റോ. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് പല രീതിയിലും നമ്മുടെ തോട്ട്സിനെ തിരിച്ചുവിടാനും ഒക്കെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഒരുപാട് കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസിയായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് കീബോർഡ് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ന്യൂ റോ ഇൻ MS Excel? ഈ എക്സലില് വർക്ക്ഷീറ്റിൽ ഒരു പുതിയ റോ എനിക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന കീബോർഡ് ഷോർട്ട് കട്ട് ഏതാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം നമ്മുടെ കീബോർഡ് ഷോർട്ട് കട്ട് ഓറിയന്റഡ് ആയിട്ടും മൗസ് ക്ലിക്ക് ഓറിയന്റഡ് ആയിട്ടും ഒക്കെയുള്ള പ്രാക്ടിക്കൽ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. സോ അത്തരം ചോദ്യങ്ങളൊന്ന് കരുതിയിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കില്ല, കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമായിരിക്കും മിക്ക പരീക്ഷകൾക്കും ഇനി ചോദിക്കുവാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. വിച്ച് കീബോർഡ് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ന്യൂ റോ ഇൻ MS Excel എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ, കൺട്രോൾ പ്ലസ്. ഓപ്ഷൻ ബി, കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ്. ഓപ്ഷൻ സി, ഷിഫ്റ്റ് സ്പേസ്. ഓപ്ഷൻ ഡി, കൺട്രോൾ R. ഏതായിരിക്കും കറക്റ്റ് ആൻസർ പറയാമോ? എനിക്ക് പുതിയ ഒരു റോ ഇൻസേർട്ട് ചെയ്യണം. ഒരു റോ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ റോ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്താൽ മാത്രമേ പുതിയ ഒരു റോ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഇൻസേർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കൺട്രോൾ പ്ലസ് കേട്ടോ. കൺട്രോൾ പ്ലസ്. ഇതിപ്പോ 2 എന്ന് പറയുന്ന ഒരു റോ ആണെന്ന് വിചാരിക്കുക. 2 എന്ന് പറയുന്ന റോയിൽ ക്ലിക്ക് ചെയ്ത് ആ എൻ്റെ റോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ കീയും പ്ലസും ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ പുതിയ ഒരു റോ ക്രിയേറ്റ് ആവും. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഒരു പുതിയ റോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോയുടെ ഏത് ഭാഗത്തായിട്ടായിരിക്കും പുതിയ റോ വരിക എന്ന് ചോദിച്ചാൽ പറയുക, ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോയിൻ്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കും പുതിയ ഒരു റോ ക്രിയേറ്റ് ആയി വരിക കേട്ടോ. അത് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പരീക്ഷയ്ക്ക്. മനസ്സിലാക്കുക, ഒരു റോ ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് ആണ്. ഒരു പർട്ടിക്കുലർ റോ സെലക്ട് ചെയ്തിട്ട് പുതിയ റോ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോയിൻ്റെ തൊട്ട് മുകളിൽ അല്ലെങ്കിൽ എബോവ് ആയിട്ടായിരിക്കും പുതിയ ഒരു റോ ഇൻസേർട്ടായി വരിക. ഇൻസേർട്ടായി വരിക മാത്രമല്ല, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോയിൻ്റെ നമ്പർ 3 ആവുകയും പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന റോയിൻ്റെ നമ്പർ 2 ആയി മാറുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ 4 എന്ന് പറയുന്ന റോ സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് പുതിയ ഒരു റോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ പുതിയ ഒരു റോ ക്രിയേറ്റ് ആയി വരികയും ഈ 4 എന്ന് പറയുന്ന ആ ഒരു നമ്പർ തൊട്ട് മുകളിലത്തെ റോയ്ക്ക് വരികയും 4 എന്ന് പറയുന്ന ലേബൽ കിടന്ന റോ ഓട്ടോമാറ്റിക്കലി 5 ആവുകയും ഓട്ടോമാറ്റിക്കലി അറേഞ്ച്ഡ് ആവുകയും ചെയ്യുന്നു കേട്ടോ. നന്നായിട്ട് അറിഞ്ഞിരിക്കുക.
വിച്ച് കീബോർഡ് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ന്യൂ റോ ഇൻ MS Excel എന്ന് ചോദിച്ചാൽ Ctrl+. ഇനി ഇവിടെ പുതിയ ഒരു കോളമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+, കേട്ടോ. Ctrl+. പുതിയ ഒരു കോളമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, Ctrl+, കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഒരു കോളം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പുതിയ ഒരു കോളം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പുതിയ ഒരു കോളം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു പർട്ടിക്കുലർ കോളം നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. സെലക്ട് ചെയ്തതിന് ശേഷം പുതിയ ഒരു കോളം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളത്തിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും അല്ലെങ്കിൽ ആ കോളത്തിന് മുന്നേ ആയിരിക്കും പുതിയ ഒരു കോളം ക്രിയേറ്റ് ആയി വരിക. ബി എന്ന് പറയുന്ന കോളം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് പുതിയ കോളം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിരിക്കും പുതിയ ഒരു കോളം ക്രിയേറ്റ് ആയി വരുന്നത്. പുതിയതായി ക്രിയേറ്റ് ആയി വരുന്ന കോളത്തിന്റെ പേര് ബി എന്ന് ലേബൽ ആവുകയും ബി എന്ന് പറയുന്ന കോളം ഓട്ടോമാറ്റിക്കലി സി ആയി മാറുകയും ചെയ്യുന്നു. അതും ഓർത്ത് വെച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ പുതിയ ഒരു റോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോയിന്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കും പുതിയ റോ ഇൻസേർട്ട് ആയി വരിക. പുതിയ ഒരു കോളം നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളത്തിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അല്ലെങ്കിൽ ബിഹൈൻഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? പുതിയ ഒരു കോളം ഇൻസേർട്ട് ആയി വരിക. കോളത്തിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചും റോസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ന്യൂമറിക്സ് ഉപയോഗിച്ചിട്ടുമാണെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റോ ആൻഡ് കോളം ഫോർമാറ്റിംഗ് ഇൻ എക്സൽ 2007 ഈസ് ട്രൂ? റോയും കോളവും ഫോർമാറ്റിംഗ് ആയി ബന്ധപ്പെട്ട് എക്സലിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, കോളം വിഡ്ത്ത് ഈസ് മെഷേർഡ് ഇൻ ഇഞ്ചസ് ഓൺലി. ഓപ്ഷൻ ബി, റോ ഹൈറ്റ് ക്യാൻ ബി സെറ്റ് ടു ഓട്ടോ ഫിറ്റ് ബട്ട് കോളം വിഡ്ത്ത് cannot. Option C, double clicking the boundary between column headers automatically adjust the column width to fit the longest entry. Option D, a worksheet can have only 256 columns. അപ്പോൾ ഇത്രയും പ്രസ്താവന വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 2 കോളം ഹെഡേഴ്സിന്റെ ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറിയിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ കോളത്തിനകത്ത് കിടക്കുന്ന കോളത്തിലുള്ള സെല്ലുകളിൽ ലോങ്ങസ്റ്റ് എൻട്രി ഉണ്ടെങ്കിൽ, ഡാറ്റ എൻട്രി ഉണ്ടെങ്കിൽ, ലോങ്ങസ്റ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ടെക്സ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓട്ടോ ഫിറ്റ് ആയിക്കോളും. മനസ്സിലാക്കുക. ഇവിടെ എ എന്ന് പറയുന്ന ഒരു കോളം, സി എന്ന് പറയുന്ന ഒരു കോളം, നമ്മൾ നമ്മുടെ മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുവെക്കുക. ഇവിടെ കൊണ്ടുവെക്കുമ്പോഴത്തേക്ക് ഒരു ഡബിൾ ഹാൻഡഡ് എംബ്ലം അല്ലെങ്കിൽ ഒരു പോയിന്റർ വരും. ആ ഒരു പോയിന്റർ വന്നതിന് ശേഷം ആ ബൗണ്ടറിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ കോളത്തിന്റെ വിഡ്ത്ത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ചില കോളത്തിനകത്ത് കിടക്കുന്ന സെല്ലിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോ ഫിറ്റ് ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിലെ ഒരു ഡിഫോൾട്ട് കോളം വിഡ്ത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ പറയുക 8.43 ക്യാരക്ടേഴ്സ്. 8.43 ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഡിഫോൾട്ട് റോ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 15 PT, 15 PT ആണ് ഡിഫോൾട്ട് റോ ഹൈറ്റ്. മറക്കരുത്, നന്നായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Which feature is used to restrict the type of data entered into a cell in Excel? എക്സലിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡാറ്റ മാത്രമേ ഒരു സെല്ലിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയാവൂ. അങ്ങനെ ഒരു റൂൾ നമ്മൾ കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സെല്ലിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് സെല്ലിൽ പർട്ടിക്കുലർ ഡാറ്റ മാത്രമേ ടൈപ്പ് ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കിയിടുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഫീച്ചർ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഓപ്ഷൻ ബി, ഡാറ്റ വാലിഡേഷൻ. ഓപ്ഷൻ സി, ഓട്ടോ ഫിൽറ്റർ. ഓപ്ഷൻ ഡി, ഗോൾ സീക്ക്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാമോ? ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നമുക്ക് റെസ്ട്രിക്റ്റ് ദ ടൈപ്പ് ഓഫ് ഡാറ്റ എൻറ്റേർഡ് ഇൻ യു സെൽ. ഒരു സെല്ലിനകത്ത് നമുക്ക് പർട്ടിക്കുലർ ഡാറ്റ മാത്രമേ ടൈപ്പ് ചെയ്യാൻ കഴിയാവൂ. മറ്റു തരത്തിലുള്ള ഡാറ്റകൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എറർ കാണിക്കണം, നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാക്കിയിടാൻ സാധിക്കണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് എന്ത്? ഓപ്ഷൻ ബി, ഡേറ്റ വാലിഡേഷൻ. എന്താണ് ഡേറ്റ വാലിഡേഷൻ? ഒരു പർട്ടിക്കുലർ സെല്ലിനകത്ത് ഞാൻ ഡേറ്റ വാലിഡേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ എനിക്ക് അവിടെ ന്യൂമറിക്കൽ ഡാറ്റാസ് മാത്രമേ ടൈപ്പ് ചെയ്യാൻ കഴിയാവൂ. അവിടെ കൊണ്ടുവന്ന് ഞാൻ ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എറർ കാണിക്കും. ഇറ്റ് ഈസ് ഇൻവാലിഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നമുക്ക് കാണിക്കും. സോ മനസ്സിലാക്കുക,
Which feature is used to restrict the type of data entered into a cell in Excel 2007 എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ഡാറ്റ വാലിഡേഷൻ. എന്താണ്? ഡാറ്റ വാലിഡേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, which tab in the data validation dialog box is used to display a message when a cell is selected? നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് എന്ത് ചെയ്യണം? മുകളിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ വാലിഡേഷൻ ഡയലോഗ് ബോക്സ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഞാനൊരു സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് തരത്തിലുള്ള ഡാറ്റ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ചെറിയൊരു മെസ്സേജ് എനിക്ക് എന്ത് ചെയ്യണം? കാണിച്ചു തരണം. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ വാലിഡേഷൻ ഡയലോഗ് ബോക്സിലെ ടാബ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സെറ്റിംഗ്സ്, ഓപ്ഷൻ ബി ഇൻപുട്ട് മെസ്സേജ്, ഓപ്ഷൻ സി എറർ അലേർട്ട്, ഓപ്ഷൻ ഡി ഫോർമുല. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഒന്ന് പറയാമോ? ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി ഇൻപുട്ട് മെസ്സേജ്. ഒരു പർട്ടിക്കുലർ സെല്ല് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു മെസ്സേജ് വരും, പ്ലീസ് എൻ്റർ ന്യൂമറിക്കൽ ഡാറ്റ ഓൺലി. അതായത് ആ സെല്ലിനകത്ത് ഡിജിറ്റ്സ് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ പേരോ മറ്റ് ക്യാരക്ടേഴ്സോ ഒന്നും ടൈപ്പ് ചെയ്യാൻ പാടില്ല. കാരണം അവിടെ ഡാറ്റ വാലിഡേഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോൺ ന്യൂമറിക് ഡാറ്റ എന്ന് വന്നാലും എറർ അടിക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു മെസ്സേജ് നമുക്ക് കാണിച്ചു തരികയാണ്. എന്താണ്? അവിടെ ന്യൂമറിക്കൽ ഡാറ്റാസ് പാടില്ല, സോറി ടെക്സ്റ്റുവൽ ഡാറ്റാസോ മറ്റ് ക്യാരക്ടേഴ്സോ പാടില്ല, ഓൺലി ന്യൂമറിക് ഡിജിറ്റ്സ് മാത്രമേ പാടുള്ളൂ. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് മെസ്സേജ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മെസ്സേജ് നമുക്ക് മുന്നിൽ കാണിച്ചു തരുവാനായി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ വാലിഡേഷൻ ഡയലോഗ് ബോക്സ് ഫീച്ചറാണ് ഇൻപുട്ട് മെസ്സേജ് എന്ന് പറയുന്നത്. അത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടാബ് ഇൻ ദ ഡാറ്റ വാലിഡേഷൻ ഡയലോഗ് ബോക്സ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ആൻ എറർ മെസ്സേജ് വെൻ ഇൻവാലിഡ് ഡാറ്റ ഈസ് എൻറ്റേർഡ്? ഞാൻ എൻ്റെ സെല്ലിൽ ഡാറ്റ വാലിഡേഷൻ സെറ്റാക്കി വെച്ചിരിക്കുന്ന സെല്ലിൽ ഇൻവാലിഡ് ആയിട്ടുള്ള ഡാറ്റാസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എറർ മെസ്സേജ് ആണ് വരേണ്ടത് എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ടാബ് ഏതാണ്? ഡാറ്റ വാലിഡേഷൻ ഡയലോഗ് ബോക്സിലെ ടാബ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സെറ്റിംഗ്സ്, ഓപ്ഷൻ ബി ഇൻപുട്ട് മെസ്സേജ്, ഓപ്ഷൻ സി എറർ അലേർട്ട്, ഓപ്ഷൻ ഡി റിവ്യൂ. വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ പറയാം. ഓപ്ഷൻ സി എറർ അലേർട്ട്. ഓപ്ഷൻ സി എറർ അലേർട്ട്. മനസ്സിലാക്കുക. വിച്ച് ടാബ് ഇൻ ദ ഡാറ്റ വാലിഡേഷൻ ഡയലോഗ് ബോക്സ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ആൻ എറർ മെസ്സേജ് വെൻ ഇൻവാലിഡ് ഡാറ്റ ഈസ് എൻറ്റേർഡ് എന്ന് ചോദിച്ചാൽ ഉത്തരം എറർ അലേർട്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഡാറ്റ വാലിഡേഷനെ കുറിച്ച് അല്പം ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവണം കേട്ടോ. നല്ലൊരു ടോപ്പിക്കാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആയാലും ഗിൽഡി ടൈപ്പിസ്റ്റ് ആയാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, വിച്ച് ടാബ് കണ്ടെയ്ൻസ് ദ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കമാൻഡ് ഇൻ MS Excel? എക്സലില് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കമാൻഡ് കാണാൻ സാധിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇൻസർട്ട് ഡാറ്റ ഹോം വ്യൂ. ഈ ഏത് ടാബിലാണ് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന കമാൻഡ് കാണാൻ സാധിക്കുക? ഏത് ടാബിലാ? യെസ്, ഓപ്ഷൻ എ ഹോം അല്ലേ? ഹോം ടാബിലാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുക. എന്താണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്? സെല്ലുകൾക്കകത്ത് കിടക്കുന്ന ഡാറ്റകളെ കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെല്ലുകളെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. സെല്ലുകൾക്കുള്ളിൽ കിടക്കുന്ന ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ഒരു കണ്ടീഷൻ ഉണ്ടാക്കി ആ കണ്ടീഷന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സെല്ലുകളെ ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇഷ്ടമുള്ള നിറം കൊടുക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈറ്റീരിയയുടെ ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സെല്ലുകളെ ഫോർമാറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്കതിനെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയാം. ഹോം ടാബിനകത്ത് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനുള്ളിൽ നിന്നാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് അല്ലെങ്കിൽ ആ ഒരു ടൂള് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫീച്ചർ വിഷ്വലി റെപ്രസെന്റ്സ് the value in a cell with a horizontal colored bar? ഇത് കണ്ടീഷണൽ ഫോർമാറ്റിംഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെല്ലിനെ ഫോർമാറ്റ് ചെയ്തിരിക്കുകയാണ്. സെല്ലിനെ ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഒരു സെല്ലിനകത്ത് കിടക്കുന്ന വാല്യൂവിനെ ഹൊറിസോണ്ടൽ കളേർഡ് ബാർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫോർമാറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ത് ഫീച്ചറാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഇത് കണ്ടീഷണൽ ഫോർമാറ്റിംഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഓപ്ഷൻ എ കളർ സ്കെയില്,
ഓപ്ഷൻ ബി ഡാറ്റ ബാർ, ഓപ്ഷൻ സി ഐക്കൺ സെറ്റ്, ഓപ്ഷൻ ഡി സ്പാർക്ക് ലൈൻ. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാമോ? നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്തിട്ടേ നമ്മുടെ സെല്ലുകൾക്കകത്ത് കിടക്കുന്ന വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂവിൻ്റെ അളവിനെ ഒരു പ്രത്യേക നിറം കൊടുത്തുള്ള ബാറുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ വാല്യൂവിൻ്റെ ഒരു വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കളർ ബാറുകളുടെ നീളത്തിൽ കൂടുതലും കുറവും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബാറ് ഏതാണ് എന്ന് പരിശോധിച്ചാൽ ഓപ്ഷൻ ബി ഡേറ്റ ബാറ് കേട്ടോ. വിച്ച് ഫീച്ചർ വിഷ്വലി റെപ്രസെന്റ്സ് ദ വാല്യൂ ഇൻ എ സെൽ വിത്ത് ഹൊറിസോണ്ടൽ കളേർഡ് ബാറ് എന്ന് ചോദിച്ചാൽ പറയുക ഡേറ്റ ബാറ്. ഇതൊരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഫീച്ചർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു അപ്ലൈ ഓർ റിമൂവ് എ ഫിൽട്ടർ ഇൻ എക്സൽ 2007? എക്സലില് ഫിൽട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസിനെ മാത്രം വേർതിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫിൽറ്ററിംഗ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ കൺട്രോൾ ഷിഫ്റ്റ് എൽ, ഓപ്ഷൻ ബി ഓൾട്ട് എച്ച് എൽ, ഓപ്ഷൻ സി കൺട്രോൾ എൽ, ഓപ്ഷൻ ഡി ഓൾട്ട് ഡി എഫ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പറയാമോ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ കൺട്രോൾ ഷിഫ്റ്റ് എൽ ആണ് കേട്ടോ. കൺട്രോൾ ഷിഫ്റ്റ് എൽ. ഏത് കോളത്തിലാണോ നിങ്ങൾക്ക് ഫിൽറ്ററിങ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു കോളം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഫിൽറ്റർ അപ്ലൈ ചെയ്യുക കേട്ടോ. നമ്മളൊരു പർട്ടിക്കുലർ കോളത്തിനകത്ത് ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗൺ ആരോ കിട്ടും. ആ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫിൽറ്ററിങ് ക്രൈറ്റീരിയാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സെറ്റാക്കി ഇടുവാൻ സാധിക്കും കേട്ടോ. നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് ആണോ ആ കോളത്തിനകത്തുള്ളത് ആ ഓരോ ഡാറ്റാസും ഒരു ചെക്ക് ബോക്സും കാണും. നമുക്ക് അതിനകത്ത് എടുക്കേണ്ട ഡാറ്റ ഏതാണോ അവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുത്ത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റാസ് മാത്രം വേർതിരിച്ച് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അറിയുക, നമുക്ക് ഫിൽറ്ററിങ് അപ്ലൈ ചെയ്തതിനെ റിമൂവ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോള് ഷിഫ്റ്റ് എൽ. എന്താണ്? കൺട്രോള് ഷിഫ്റ്റ് എൽ. ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മൾ ഫിൽറ്ററിങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡാറ്റ വേർതിരിച്ചെടുക്കുവാനായിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഡൗൺ ആരോ മാറി നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഫണലിന്റെ സിമ്പലാണ് കേട്ടോ. ഫണലിന്റെ പിക്ചർ ആയിരിക്കും പിന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നമ്മൾ ഫിൽട്ടർ അപ്ലൈ ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഡാറ്റ ഫിൽട്ടർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഡൗൺ ആരോയ്ക്ക് പകരം കാണാൻ സാധിക്കുന്ന സിമ്പൽ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പറയുക ഒരു ഫണലിൻ്റെ സിമ്പലാണ്. ഒരു ഫണലിൻ്റെ നമ്മുടെ നമ്മൾ ഈ കറോസിനൊക്കെ ഇങ്ങനെ ഒഴിക്കുമല്ലോ, കുപ്പിക്കകത്ത് കറോസിന് മണ്ണെണ്ണയും വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുവാനായിട്ട് നമ്മൾ ഈ വെച്ചുകുറ്റി ഉണ്ടല്ലോ, ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സെയിം എംബ്ലത്തിലേക്ക് അല്ലെങ്കിൽ സിമ്പലിലേക്ക് അത് മാറും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സെലക്ട് ദ എൻ്റയർ വർക്ക്ഷീറ്റ്? ഒരു മുഴുവൻ വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്യുവാനായി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എൻ്റയർ വർക്ക്ഷീറ്റിനെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം അല്ലേ? എൻ്റയർ വർക്ക്ഷീറ്റിനെ സെലക്ട് ചെയ്യണം. ഓപ്ഷൻ എ കൺട്രോൾ എ, ഓപ്ഷൻ ബി കൺട്രോൾ ഷിഫ്റ്റ് സ്പേസ്, ഓപ്ഷൻ സി ക്ലിക്ക് ദ സെലക്ട് ഓൾ ബട്ടൺ ഓർ പ്രസ് കൺട്രോൾ എ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി. ഇത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. പലർക്കും ചിലപ്പോൾ ഒരു സംശയം വരാവുന്ന ചോദ്യവുമാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ബോത്ത് എയും സിയുമാണ്. എയും സിയും ശരിയാണ്. കൺട്രോൾ എ അമർത്തിയാലും മുഴുവൻ വർക്ക്ഷീറ്റും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്ലിക്ക് ദ സെലക്ട് ആൾ ബട്ടൺ ഉണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ റോസും കോളംസ് ഇങ്ങനെ പോവുകയാണല്ലോ, അതായത് കോളംസ്, ഇത് റോസ്. ഇവിടെ ഒരു സെലക്ട് ആൾ ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റയർ വർക്ക്ഷീറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കൺട്രോൾ എ അമർത്തിയാലും നിങ്ങളുടെ മുഴുവൻ വർക്ക്ഷീറ്റിനെയും അറ്റ് എ ടൈം സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അറിഞ്ഞിരിക്കുക, കൺട്രോൾ എ അല്ലെങ്കിൽ ക്ലിക്ക് ദ സെലക്ട് ആൾ ബട്ടൺ. സെലക്ട് ആൾ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് കാണാൻ സാധിക്കുക. നിങ്ങൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്താലും എൻ്റയർ വർക്ക്ഷീറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, freeze panes is available in which group of the view tab? വ്യൂ ടാബിലെ ഏത് ഗ്രൂപ്പിലാണ് ഫ്രീസ് പെയിൻ എന്ന് പറയുന്ന ഒരു കമാൻഡ് കാണാൻ സാധിക്കുക? ഓപ്ഷൻ എ വർക്ക് ബുക്ക് വ്യൂസ്, ഓപ്ഷൻ ബി വിൻഡോ,
ഓപ്ഷൻ സി സൂം, ഓപ്ഷൻ ഡി ഷോ ഓർ ഹൈഡ്. എവിടെയായിരിക്കും നിങ്ങൾക്ക് ഫ്രീസ് പെയിൻ എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വിൻഡോ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നാണ് കേട്ടോ. വ്യൂ എന്ന് പറയുന്ന ടാബിൽ വിൻഡോ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീസ് പെയിൻ എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് ആക്സസ് ചെയ്യാം. എന്താണ് ഈ ഫ്രീസ് പെയിൻ എന്ന് പറയുന്നത്? നിങ്ങളുടെ ടോപ്പ് റോയോ അല്ലെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് കോളത്തിനെയോ ഒക്കെ ഫ്രീസ് ചെയ്തിടാനായിട്ട്, അതായത് ബാലൻസ് കോളംസും റോസും ഒക്കെ സ്ക്രോൾ ആയാലും ഈ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇപ്പം ടൈറ്റിലൊക്കെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന റോസ് എന്ത് ചെയ്യാൻ പാടില്ല, സ്ക്രോളായി മറിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് അതിനെ ഫ്രീസ് ആക്കി നിർത്താൻ സാധിക്കും. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഫ്രീസ് പെയിൻ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്, ഫ്രീസ് പെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് കേട്ടോ, അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഫ്രീസ് പെയിൻസ് ഫീച്ചർ? ഫ്രീസ് പെയിൻസ് ഫീച്ചറിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ടു പ്രൊട്ടക്ട് എ വർക്ക്ഷീറ്റ് ഫ്രം എഡിറ്റിംഗ്, ഓപ്ഷൻ ബി ടു കീപ് സെലക്ടഡ് റോസ് ഓർ കോളംസ് വിസിബിൾ വൈൽ സ്ക്രോളിംഗ്, ഓപ്ഷൻ സി ടു ലോക്ക് ഫോർമുലാസ് ഇൻ സെൽസ്, ഓപ്ഷൻ ഡി ടു ഹൈഡ് റോസ് ആൻഡ് കോളംസ് പെർമനന്റ്ലി. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ടു കീപ് സെലക്ടഡ് റോസ് ആൻഡ് കോളംസ് വിസിബിൾ വൈൽ സ്ക്രോളിംഗ്. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോസും കോളംസും നമ്മൾ സ്ക്രോൾ ചെയ്താലും അതും കൂടി മറിഞ്ഞു പോകാൻ പാടുള്ളതല്ല, നമുക്കതിനെ കാണാൻ സാധിക്കണം. ഇപ്പോൾ കോളത്തിൻ്റെ കേസ് ആണെങ്കിൽ ഫസ്റ്റ് കോളത്തിനകത്ത് നമ്മൾ എന്തെങ്കിലും ഡാറ്റാസ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഭാഗത്തേക്ക് നമ്മളിങ്ങനെ താഴെ സ്ക്രോൾ ബാറിനെ നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ആ കോളം മറിഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് റോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പർട്ടിക്കുലർ റോ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് മുകളിലേക്ക് ഹൈഡായി പോകാൻ പാടുള്ളതല്ല, അത് അവിടെ തന്നെ പെർമനൻ്റ്ലി ഫ്രീസ് ആയിരിക്കണം. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഫ്രീസ് പെയിൻസ് ഫീച്ചർ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡിനേക്കാൾ വേഗത്തിൽ ടൈപ്പിസ്റ്റ് ജോലി നേടാം. അതിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും 8590202323 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ കാര്യം ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും എക്സൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. ഞാനിവിടെ കൂടുതൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഡാറ്റ വാലിഡേഷൻ, ഫ്രീസ് പെയിൻസ് പോലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നന്നായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.